ജപമാലയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം ധ്യാനിക്കുകയാണ്. ജപമാലയുടെ ആദ്യ രഹസ്യമായ സന്തോഷത്തിൻ്റെ രഹസ്യത്തിൽ നാം ധ്യാനിക്കുന്നത് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയെ മംഗളവാർത്ത അറിയിക്കുന്നതാണ്. ഇവിടെ പരിശുദ്ധ അമ്മയെ മാലാഖ അഭിസംബോധന ചെയ്യുന്നത് കൃപ നിറഞ്ഞവളെന്നാണ്. ഈ കൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യം നമ്മെയും കൃപ നിറഞ്ഞവരാക്കി മാറ്റുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അമ്മ എലീശ പുണ്യവതിയെ കാണുമ്പോൾ അമ്മയുടെ സാന്നിധ്യം അറിഞ്ഞ് എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടിയത്. പ്രിയമുള്ളവരെ, ജപമാല ചൊല്ലുന്ന ഓരോ നിമിഷവും നമ്മളും കൃപ നിറഞ്ഞവരായിട്ട് മാറുകയാണ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ലൂയിസ് ഡി മോണ്ടിഫോർട്ട് പറയുന്നത് ഇപ്രകാരമാണ്: സത്യസന്ധമായി ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്ന് സമൃദ്ധമായ കൃപകൾ നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് നമ്മളും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം.